കേരള സംസ്ഥാനത്തെയും ഇടതുപക്ഷ സർക്കാരിൻ്റെ കീഴിൽ ഈ സംസ്ഥാനം കൈവരിച്ചിട്ടുള്ള വമ്പിച്ച പുരോഗതിയെ താറടിച്ച് കാണിക്കാൻ താല്പര്യമുള്ള ആളുകൾ ആദ്യം വിമർശിക്കുന്നത് ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും തൊട്ട് പിന്നാലെ ആക്രമിക്കുന്ന ആരോഗ്യരംഗത്തെയുമാണ്. അത് കഴിഞ്ഞിട്ട് ക്രമസമാധാന പരിപാലനത്തെക്കുറിച്ച് പോലും പരാതി പറയുകയുള്ളൂ. ഇപ്പോൾ പിണറായി പോലീസിൻ്റെ അതിക്രമങ്ങൾ എന്ന് പറയുമ്പോൾ അതൊക്കെ ആളുകൾ കേട്ടാലും വലിയ താല്പര്യം കാണിക്കുകയില്ല, അതിനൊന്നും വലിയ ഇമ്പാക്റ്റഡ് ആക്കാൻ പറ്റുകയില്ല എന്ന ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്കറിയാം. കാരണം നമ്മുടെ പോലീസിനെ കുറിച്ച് ജനങ്ങൾക്ക് പണ്ടുതൊട്ടേ വളരെ നല്ല അഭിപ്രായമാണ്. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചാൽ അതിൽ മാറ്റം വരാൻ പോകുന്നില്ല. നേരെ മറിച്ച് നമ്പർ 1 കേരളത്തിലെ നമ്പർ 1 വിദ്യാഭ്യാസ വകുപ്പിനെ കരിവാരി തേച്ചാൽ, അല്ലെങ്കിൽ താറടിച്ച് കാണിച്ചാൽ, അല്ലെങ്കിൽ മഹാനായ മന്ത്രി ശിവൻകുട്ടി ഒരു പുഴനാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ടീച്ചർക്ക് അവർ അധ്യയനം ചേരുന്ന ഭാഷ ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷ് ഭാഷ തെറ്റുകൂടാതെ പറയാൻ അറിയില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ചാൽ അത് മൊത്തത്തിൽ ഇടതുപക്ഷ സർക്കാരിനെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. വിദ്യാഭ്യാസ മന്ത്രിക്ക് വിദ്യാഭ്യാസമില്ല, സാംസ്കാരിക മന്ത്രിക്ക് സംസ്കാരമില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതൊന്നും വലിയ അത്യാവശ്യമുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പിനെ ആക്ഷേപിക്കുന്നതിലൂടെ അവർ സാക്ഷര കേരളത്തെ അവമാനിക്കുന്നു, അതോടൊപ്പം ഇടതുപക്ഷ സർക്കാരിനെ അവമാനിക്കുന്നു, സ്വയം അപഹാസ്യരവഹിച്ചു. അതുപോലെ തന്നെയാണ് ആരോഗ്യവകുപ്പിൻ്റെ കാര്യം. ആരോഗ്യവകുപ്പ് നേരത്തെ കൈകാര്യം ചെയ്യുന്ന ശൈലജ ടീച്ചറാണെങ്കിലും, അതിനു മുമ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീമതി ടീച്ചറാണെങ്കിലും, ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടേയിരിക്കുന്ന നമ്മുടെ മഹതിയായ മന്ത്രി വീണ ജോർജ് ആണെങ്കിലും, അവർ ഈ സംസ്ഥാനത്തിന് ചെയ്തിട്ടുള്ള സംഭാവനകൾ വളരെ നിസ്തുലമാണ്. സാർ, ഈ കപ്പൽ മുങ്ങയില്ല സാർ, ഇതിനൊരു ക്യാപ്റ്റനുണ്ട് സാർ എന്ന വചനത്തിലൂടെ നമ്മളെല്ലാവരെയും കോരിത്തരിപ്പിച്ച ഒരു മഹതിയാണ് വീണ ജോർജ്. അവരാദ്യം മാധ്യമപ്രവർത്തകർ, പിന്നെ മാധ്യമപ്രവർത്തകത്തേക്കാൾ അല്പം കൂടി നല്ലത് പൊതുപ്രവർത്തനമാണെന്ന് തോന്നിയുകൊണ്ട് കേരള കോൺഗ്രസുമായിട്ടുള്ള സകല ബന്ധവും വിച്ഛേദിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുക്കുന്ന വഴി തന്നെ ആറന്മുള മണ്ഡലത്തിൽ നിന്ന് നിയമസഭയ്ക്ക് മത്സരിക്കുകയും ജയിക്കുകയും 5 കൊല്ലം MLA ആയിരുന്ന ബലത്തിൽ അടുത്ത 5 കൊല്ലം മന്ത്രിയായിരിക്കാൻ അവരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ കേരളത്തിൻ്റെ ആതുര സേവന രംഗം അല്ലെങ്കിൽ ആരോഗ്യരംഗം ഇപ്പോൾ വളരെ സുശക്തമായ സുദൃഢമായ ഹസ്തങ്ങളിലാണ് പരിപാലിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മെഡിക്കൽ കോളേജിലെ ഒരു യൂറോളജി സർജൻ പറയുന്നത് ഇവിടെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടത്ര ഉപകരണങ്ങളില്ല. വീണ ജോർജിൻ്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും മന്ത്രിയായിരുന്നെങ്കിൽ അവിടെ SFIക്കാരെ ഇറക്കി വിട്ട്, അല്ലെങ്കിൽ DYFIക്കാരെ വിട്ട് ആ പ്രൊഫസറെ വടിയിൽ വെച്ച് കൈകാര്യം ചെയ്തത്. അയാളുടെ തലയിൽ ചാണകവെള്ളം കോരി ഒഴിക്കുക, ടാറ് ഉരുക്കി ഒഴിക്കുക, അതുമല്ലെങ്കിൽ ഇയാളുടെ മുട്ടുകാലിൽ തല്ലി ഒടിക്കുക, എന്തെങ്കിലും ചെയ്തത്. പക്ഷേ വീണ ജോർജ് ഒരു മഹതിയായതുകൊണ്ട്, അല്ലെങ്കിൽ പ്രതിപക്ഷ ബഹുമാനമുള്ള ആളായതുകൊണ്ട്, വിമർശനങ്ങളോട് സഹിഷ്ണുത പുലർത്തുന്ന ആളായതുകൊണ്ട് ഇയാളുടെ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാം, എന്തെങ്കിലും വീഴ്ച ആരെങ്കിലും ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ നടപടിയെടുക്കും എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടാൽ പ്രൊഫസർക്ക് വെറുതെ ഇരുന്നാൽ പോരെ. അത് അപ്പോൾ തന്നെ ഞാൻ മന്ത്രിയെ തെറ്റിദ്ധരിച്ചു, ഇവിടെ എല്ലാ ഉപകരണങ്ങളും ഉണ്ട്, എൻ്റെ വാക്ക് കേട്ട ഉടനെ തന്നെ പ്രതികരിച്ച മന്ത്രിയോട് നന്ദി, ഞാൻ ഇടതുപക്ഷ സർക്കാരിനോട് കൂറുള്ളവനായിരിക്കും എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അതിന് പകരം ആ പ്രൊഫസർ പറഞ്ഞു, ഇതുകൊണ്ടൊന്നും ഞാൻ കുലുങ്ങയില്ല, എൻ്റെ പേരിൽ നടപടിയൊന്നുമല്ല, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു. അതോടുകൂടി മന്ത്രിയുടെ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ വരെ കിളി പോയി. പുള്ളി പറഞ്ഞു, താൻ്റെ വിമർശനമൊക്കെ കൊള്ളാം, പക്ഷേ അതിൽ കിടക്കരുത്, സർക്കാരിൻ്റെ പ്രതിച്ഛായക്ക് ദോഷം വരുത്തരുത്. അപ്പോഴത്തേക്ക് ബാക്കി സകല മന്ത്രിമാരും ചാടി വീണു. സജി ചെറിയാനായി, ശിവൻകുട്ടിയായി, എന്ന് വേണ്ട ഗോവിന്ദൻ മാഷായി, സകല ആളുകളും കൊത്തോ എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങി. SFIക്കാർ DYFIക്കാർ ഉടനെ രംഗത്തിറങ്ങും. ആ പ്രൊഫസറെ അവർ വഴിയിൽ തടയണോ അതോ വഴിയിലിട്ട് തല്ലണോ, പണ്ട് നമ്മുടെ നയതന്ത്ര വിദഗ്ധനെ കൈകാര്യം ചെയ്തതുപോലെ അടിച്ച് കരണക്കുറ്റി പൊട്ടിക്കണോ എന്ന കാര്യം പാർട്ടി കമ്മിറ്റി കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം. ചർച്ച കഴിഞ്ഞ് ഒരു തീരുമാനമായി കഴിഞ്ഞാൽ പിന്നെ ആര് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ആയാലും ശരിയാണ്, പാരീസ് ആയാലും ശരിയാണ്, അടിക്ക് മീതെ ഒടിയില്ല എന്നാണ് വടക്കേ മലബാറിൽ പൊതുവെയുള്ള ഒരു പഴഞ്ചൊല്ല്. അപ്പോൾ അത് ഇവിടെ ആവർത്തിക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ സതീശനാദികളായ പ്രതിപക്ഷക്കാരൊക്കെ ആരോഗ്യരംഗം കുത്തുവാളെടുത്തു, ആരോഗ്യ കേരളം അനാരോഗ്യ കേരളമായി എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെയാണ് ആ വീണ ജോർജിലെ ഉണ്ണിയാർച്ച
ആ പുറത്ത് വന്ന് അവർ പറഞ്ഞു ഇങ്ങനെ ഇയാളുടെ ഈ താരി കേട്ട് വെറുതെ ഇരിക്കുന്ന ആളല്ല ഞാൻ. ഇവിടെ എനിക്കെതിരായിട്ടും സർക്കാരിനെതിരായിട്ടും ആരോഗ്യവകുപ്പിനെതിരായിട്ടും കേരളത്തിലെ ആതുര സേവന രംഗത്തിനെതിരായിട്ടും മാധ്യമ വേട്ട നടക്കുകയാണ്. ഈ മാധ്യമങ്ങൾക്ക് വേറെ യാതൊരു ജോലിയില്ല. ഈ സർക്കാരിനെ അപഹസിക്കാൻ, അവഹേളിക്കാൻ, ചവിട്ടിത്തേക്കാൻ. ആ കിട്ടുന്ന ഒരവസരവും അവർ പാഴാക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഈ ഹാരിസ് ഡോക്ടറുടെ പുറകിൽ ഏതെങ്കിലും ഗൂഢശക്തികളുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നുകിൽ CIA ആയിരിക്കും, അല്ലെങ്കിൽ താലിബാനോ IS ജമാഅത്തെ ഇസ്ലാമിയെങ്കിലും ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. അല്ലാതെ ഒരാൾ ഇങ്ങനെ ഒരു അപവാദ പ്രചരണമായിട്ട് പറ്റില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എന്തിൻ്റെ പോരായ്മകൾ. ചിലപ്പോൾ കിടക്കാൻ കട്ടിലുണ്ടാവില്ല, മരുന്നുണ്ടായിരുന്നു വരില്ല. എന്നാലും എന്താ DYFIക്കാർ പൊതിച്ചോറ് കൊടുക്കുന്നില്ലേ? ആ പൊതിച്ചോറ് മേടിച്ച് ഞണ്ണിയിട്ടല്ലേ ആളുകൾ പരാതി പറയുന്നത്. ഒന്ന് ആലോചിച്ചു. എന്തൊരു ധിക്കാരമാണ്, എന്തൊരു അഹങ്കാരമാണ്, എന്തൊരു തോന്നിവാസമാണ്, പോക്കൃത്തരമാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ഡോക്ടർക്ക് ഇനി മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യാനുള്ള യാതൊരു അർഹതയില്ല. പുള്ളിയുടെ പേരിൽ മിക്കവാറും നടപടി ഉണ്ടാവും. സസ്പെൻഷൻ അല്ലെങ്കിൽ ഡിസ്മിസിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് സാരമില്ല. പക്ഷേ DYFIക്കാർ എന്ത് ചെയ്യും എന്ന് ആലോചിക്കുമ്പോൾ ആ ഡോക്ടർക്ക് പേടിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും പിള്ളേർക്കും തീർച്ചയായിട്ടും പേടിയുണ്ടാവും. പേടിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ വീണ ജോർജ് ഇപ്പോൾ VD സതീശനെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. പരസ്യ സമ്പാദത്തിന് തയ്യാറുണ്ടോ? സതീശൻ്റെ കട്ടയം പടവും ഞാൻ മടക്കും എന്നാണ് ശ്രീമതി മാതൃഭൂമി ന്യൂസിൽ നമ്മുടെ അഭിലാഷ് മോഹൻ അനുവദിച്ച ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. സമ്പാദത്തിന് തയ്യാർ, ചുണയുണ്ടെങ്കിൽ കാണട്ടെ. VD സതീശൻ പണ്ട് തോമസ് ഐസക്കിനെ സമ്പാദത്തിന് വെല്ലുവിളിച്ചു. ഐസക്ക് സമ്പാദത്തിന് ഒരുമ്പിട്ടു. അന്ന് ഐസക്ക് പറഞ്ഞ പോയിന്റുകളൊന്നും സതീശന് മനസ്സിലായില്ലെങ്കിൽ കേട്ടവർക്ക് തോന്നിയത് സതീശൻ ഐസക്കിനെ മലത്തിയടിച്ചു എന്നാണ്. അതുപോലെ വീണ ജോർജിനെ തോൽപ്പിക്കാൻ വിചാരിക്കട്ടെ. കാരണം അവർ ഈ സമ്പാദ കലയിൽ നിന്നാണ് വരുന്നത്. നേരത്തെ ടെലിവിഷൻ ചാനലിൽ ആങ്കറായിരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് സതീശൻ്റെ കച്ചവടം ഇതോടെ പൂട്ടും. മിക്കവാറും പുള്ളി ഇതോടെ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെച്ച് കാശിക്കോ രാമേശ്വരത്തേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇവർ തമ്മിലുള്ള വലിയ സംവാദം, അതുപോലെ മേഷയുദ്ധം കാണാനായിട്ട് 3.5 കോടി മലയാളികളും വളരെ താല്പര്യപൂർവ്വം കാത്തിരിക്കുകയാണ്. ഇതൊക്കെ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം വല്ലാണ്ട് ബോറായി പോയത്. ഏതായാലും വീണ മന്ത്രിക്ക് എല്ലാ വിധത്തിലുള്ള ഭാവങ്ങളും ആശംസിക്കുന്നു. ഇതോടെ സതീശൻ്റെ പണി തീരും എന്നാണ് എൻ്റെ വിശ്വാസം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.